Happy Mother's Day. Hello friends, എൻ്റെ പേര് സരിത. ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു ന്യൂ ഫേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം മഞ്ജു ചേച്ചി. ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചിയുടെ മോസ്റ്റ് ഫേവറേറ്റ് തിങ് അല്ലെങ്കിൽ പാഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഡൗട്ടില്ലാണ്ട് പറയും കുക്കിംഗ് ആൻഡ് ബേക്കിംഗ് ആണെന്ന്. കാരണം അത്രയും ഇഷ്ടമാണ് ചേച്ചിക്ക്, എസ്പെഷ്യലി ബേക്കിംഗ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചേച്ചിയോട് ചോദിച്ചറിയാം. ഹലോ ആൻഡ് ഹായ്. സരിത പറഞ്ഞ പോലെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എല്ലാ മദേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഒരു അമ്മയുടെ ആംഗിളിൽ നോക്കിയാൽ ഏതൊരു അമ്മയും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനാണ് താല്പര്യപ്പെടുക. ഞാൻ ആക്ച്വലി കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ബേക്കിങ്ങും കൂടെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കുക്കീസ്. പക്ഷേ നമ്മൾ സ്റ്റോഴ്സിൽ നിന്ന് കുക്കീസ് വാങ്ങിക്കുമ്പോൾ മോസ്റ്റ്ലി അത് മൈദ വെച്ചുണ്ടാക്കിയതാണ്. അപ്പം നമുക്ക് മൈദ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വീറ്റ് ഫ്ലോർ വെച്ചിട്ട് അല്ലെങ്കിൽ ആട്ട വെച്ചിട്ട് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ചേച്ചിയുടെ കുക്കിംഗ് കാണാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഇത് വീറ്റ് ഫ്ലോർ 65 ഗ്രാംസ്, ബട്ടർ 55 ഗ്രാംസ്, കണ്ടൻസ് മിൽക്ക് 45 ഗ്രാംസ്, ഒരു പിഞ്ച് ഓഫ് ബേക്കിംഗ് പൗഡർ. ഇത് വീറ്റ് ഫ്ലോർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചേർക്കുന്നത് കേട്ടോ. കാര്യം എന്നാലേ അത് കുറച്ചൊരു ക്രിസ്പിനെസ് വരുള്ളൂ. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ സീവ് ചെയ്തെടുക്കണം. നമ്മളത് രണ്ടും കൂടെ സീവ് ചെയ്യാണ്. ഈ അരിക്കുന്ന പ്രോസസ്സ് നമ്മൾ ഒന്നുകൂടെ ചെയ്യണം. 2 പ്രാവശ്യം നമ്മളിത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് മാക്സിമം എയർ കയറാൻ വേണ്ടിയിട്ട്. അതായത് മൈദയും വീറ്റ് ഫ്ലോറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മൈദയേക്കാൾ കുറച്ചുകൂടെ ഡെൻസറാണ് ഈ നമ്മുടെ ആട്ട അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ലൈറ്റ് ആക്കാനും എയറി ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് മാക്സിമം അതിനെ സീവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം സീവ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് എയർ അതിനകത്ത് കയറും. കുക്കീസ് കുറച്ചുകൂടെ ക്രിസ്പായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് കപ്പല്ല, ഇത് സീവാണ്. ഇപ്പം നോർമൽ അരിപ്പിക്കാത്തതും അരിക്കാം. എനിക്കിതാണ് ഹാൻഡി, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 2 പ്രാവശ്യം നമ്മൾ സീവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ബട്ടർ കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം. ഇതുപോലെ നമ്മൾ ഫിംഗേഴ്സ് വെക്കുമ്പോൾ അത് സോഫ്റ്റായിട്ട് കിട്ടണം. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഫ്ലഫി ആയിട്ട് നമ്മൾ ബീറ്റർ വെച്ച് അടിച്ച് ടെയിൽ യെല്ലോ ആവുന്ന വരെ നമ്മളിതിനെ ബീറ്റ് ചെയ്യണം. ഇത് നമുക്ക് അടുത്തത് ബീറ്റ് ചെയ്യാം. ബട്ടർ ഏകദേശം ഫ്ലഫി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാണ്. ബട്ടറിൻ്റെ കൂടെ നമ്മളിപ്പോൾ കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്തു. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. വീറ്റ് ഫ്ലോർ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. കുറച്ച് ആഡ് ചെയ്ത് അത് മിക്സ് ചെയ്തിട്ട് പിന്നെ അടുത്ത് ആഡ് ചെയ്യാം. ഈ റെസിപ്പി കൊണ്ട് ചിലപ്പം ഒരു 10 to 12 കുക്കീസേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നോർമലി ഞാൻ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ 55 എന്നുള്ള 110 ആക്കും, 65 എന്നുള്ളത് 130 ആക്കും. അങ്ങനെ നമ്മൾ ഡബിൾ ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പം നമുക്ക് 1 വീക്കത്തേക്കുള്ള കുക്കീസ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുമ്പോഴത്തേക്ക് അതങ്ങ് തീരും. അപ്പം മിക്സ് ആയിട്ടുണ്ട്. ഇത്രയും ജസ്റ്റ് നമ്മൾ മിക്സ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് കുഴയ്ക്കാൻ ഉള്ള അതിലേക്ക് പോകണ്ട. ഈ ഒരു പരുവത്തിൽ നിർത്തുക. ഇതിപ്പോൾ ലൂസ് ആവാൻ സാധ്യതയില്ല. കാര്യം ഈ ഒരു അളവിൽ എടുക്കുവാണെങ്കിൽ ഒരിക്കലും ലൂസ് ആവത്തില്ല. ഇൻ കേസ് എങ്ങാനും നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഇത്തിരി എങ്ങാനും വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരു 5 minutes റെഫ്രിജറേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇച്ചിരി സ്റ്റിഫായി കിട്ടും. കാര്യം ബട്ടർ പെട്ടെന്ന് ഇതാവുമല്ലോ, അപ്പം ഹാർഡാവും. അപ്പം ഇതാണ് നമുക്ക് പരുവം. ഈ പരുവത്തിൽ നമുക്ക് കുക്കീസ് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിലെടുക്കാം. ഇതുപോലുള്ള കുക്കി കട്ടേഴ്സ് കിട്ടും മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട്. അധികം വിലയൊന്നും ഉള്ളതല്ല. നമുക്ക് കുട്ടികളെ എന്താ പറയുക പ്ലീസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നല്ലതാണ്. വീട്ടിൽ കുക്കി കട്ടേഴ്സ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡവ് യൂണിഫോം ആയിട്ടുള്ള ബോൾസ് ആക്കുക. എന്നിട്ട് കൈയുടെ വെള്ളയിൽ അത് വെച്ചിട്ട് അതിനെ ഫ്ലാറ്റൻ ചെയ്യുക. ഫ്ലാറ്റൻ ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. നമ്മൾ ഈ യൂണിഫോം ബോൾസ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തിനാന്ന് വെച്ചാൽ എല്ലാ കുക്കീസും ഒരേപോലെ ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചില കുക്കീസ് പെട്ടെന്ന് ആ ടെമ്പറേച്ചറിനുള്ളിൽ കരിഞ്ഞു പോവും, ചിലത് ബേക്ക് ആവില്ല. കുക്കി കട്ടേഴ്സ് വീട്ടിൽ ഉണ്ടെങ്കിൽ, സപ്പോസ് ചിലരുടെ റൗണ്ടെങ്കിലും കാണും, അതുള്ളവരാണെങ്കിൽ മുഴുവൻ ഡവ് ഒരുമിച്ചെടുത്തിട്ട് പാർച്ച്മെന്റ് പേപ്പറിന് അടിയിൽ വെച്ചിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് കുക്കി കട്ടർ വെച്ച് റൗണ്ടായിട്ടോ അല്ലെങ്കിൽ ഫ്ലവർ ഷേപ്പിലോ ഏതെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇതിനകത്ത് ഞാൻ ചെറിയ റോൾസ് ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മളിപ്പം പാർച്ച്മെന്റ് പേപ്പറിന് അടിയിൽ വെച്ചിട്ട് റോൾ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാം.
ഇപ്പം നമ്മൾ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ പോവാണ്. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ അവൻ പ്രീഹീറ്റ് ചെയ്യണം. 10 to 15 minutes 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്യുക. അത് ഇപ്പം പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഇങ്ങോട്ടോട്ട് വെക്കുക. 180 ഡിഗ്രി. അപ്പോൾ ഇത് ഞാൻ 15 മിനിറ്റ്സിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സൈഡ്സ് ഒക്കെ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ചില അവനിൽ ഇപ്പം വാട്ട്സ് കുറവുള്ളതാണെങ്കിൽ ചിലപ്പം 20 മിനിറ്റ്സ് ചിലപ്പോൾ വേണ്ടി വരും. ഇതിപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞു, ബേക്കായി. എല്ലാത്തിൻ്റെയും സൈഡ് കണ്ട, സൈഡ് ഇങ്ങനെ ബ്രൗൺ ആവും. അതാണ് നമ്മൾ കുക്കീസിൻ്റെ ഒരു എന്താ പറയുന്ന മാർക്കിങ്. അതാണ് ആ ബേക്ക്ഡ് ആയി എന്നുള്ളത് അറിയാൻ പറ്റുന്ന അങ്ങനെയാണ്. സൈഡ് ബ്രൗൺ ആവുമ്പോൾ നമ്മൾ എടുക്കണം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഓവർ ബേക്ക്ഡ് ആവും. ഈ ഒരു പീസ് കണ്ടോ, ഇത് ടോട്ടലി ബ്രൗൺ ആയിപ്പോയി. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ തിക്നെസ് മറ്റേതിനെ അപേക്ഷിച്ച് കുറഞ്ഞുപോയി. അതാണ് അത് കൂടുതൽ ബേക്ക് ആയത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ തിക്നെസ് ഒരേപോലെ വേണം. പാച്ച്മെന്റ് പേപ്പറാണ് അതിന് ഏറ്റവും നല്ലത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കയ്യിലാവുമ്പോൾ അതിനകത്തേക്ക് തിക്നെസ് വ്യത്യാസം വരും. അപ്പോൾ എല്ലാം ഒരേപോലെ തന്നെ വന്നു. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ അങ്ങനെ മാറിപ്പോയത്. അപ്പോൾ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. സൂപ്പർ ആയിട്ടുണ്ട്. അധികം അങ്ങനെ ഓവർ മധുരമോ അങ്ങനെയൊന്നുമില്ല. എല്ലാം കറക്റ്റ് പാകത്തിനാണ് ആയിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ ആരും പറയില്ല ഇത് ആട്ട വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കുക്കിയാന്ന് ആർക്കും തോന്നില്ല. കാരണം അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചേച്ചിക്ക് എന്തെങ്കിലും പറയണ്ടോ? എല്ലാവരും മദേഴ്സ് ഡേയുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന കുക്കീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ മദേഴ്സും, ഈവൻ കുട്ടികൾക്ക് പോലും ഇത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ആകെ 3 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. എളുപ്പം മിക്സ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ഇറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്നത്തെ ഹെൽത്തി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചേച്ചിയുടെ 1 more കുക്കിംഗ് കൂടി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി കാണുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.